അവരുടെ ശരീരമാണ് കീറി നുറുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വേദന അവർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ വേദനകൾ ഇനി നിമിഷം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ പറയാം, അവരുടെ വേദനയാണ് അവരത് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ്, എന്റെ ശരീരം, അവരുടെ ശരീരമാണല്ലോ വെട്ടി നുറുക്കി വെച്ചിരിക്കുന്നത്, ഈ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റേതായ വേദനകളും പ്രശ്നങ്ങളും അവർക്ക് കാണും. അപ്പൊ അവരങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ്. ആരും ഒന്നും അംഗീകരിക്കില്ല. ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. ഇപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിന് ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. അപ്പൊ എന്നെ എന്നെ കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടയാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു, പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടിയിട്ട്. ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ നിന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നിട്ട് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും സുഖവിവരങ്ങൾ തിരക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ട് പബ്ലിക്കില് പെട്ടെന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇത് തരം താന്നിയ ഒരു കാര്യമാണ്. മരിച്ചുപോയ അച്ഛനാണ് ജാസിയുടെ. തന്തയ്ക്കും തലവഴിക്കും വിളിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോട് ഒന്നും ജാസി ചെയ്തിട്ടില്ല.